കുറച്ച് സാമൂഹിക വിരുദ്ധർ വന്ന് ഈ നാട്ടുകാർ തന്നെയാണ്. ഇവിടുത്തെ കമ്മിറ്റിക്കാരായിട്ട് എന്തൊക്കെയോ വിഷയങ്ങളുണ്ട്. അത് അവരുമായിട്ട് തീർക്കാതെ ഇതെല്ലാം ഉണ്ട്. 2 സെറ്റ് ലൈനറെ ഇവിടെ ഔട്ട് വെച്ചിരുന്ന സൗണ്ട് കയറേണ്ട ബോക്സ്, ഇത് നമ്മളെ വണ്ടി മുഴുവനായിട്ട് അടിച്ച് നശിപ്പിച്ച് തകർത്ത് കൂടെ ഉണ്ടായിരുന്ന 2 പേരെ അത് ക്രൂരമായിട്ട് മർദ്ദിച്ച്. ഇത് ചോദിക്കാനും ഇവിടുത്തെ നാട്ടുകാരും ഇല്ല. പോലീസിനെ വിളിച്ചിട്ട് പോലീസുകാർ വന്ന് അവിടെ വേറെ ആരും ഇല്ലേ ഇതൊക്കെയാണ് ചോദിക്കുന്നത്. പത്രക്കാരെ വിളിച്ചു പറഞ്ഞ്, ന്യൂസുകളിൽ വിളിച്ചു പറഞ്ഞ് ആർക്കും ഒരു ഇതില്ല. നഷ്ടം നമുക്ക് സംഭവിച്ചു, നമുക്ക് തന്നെയാണ്. നമ്മളൊരാൾക്ക് എന്തെങ്കിലും ജീവഹാനി സംഭവിച്ചിരുന്നെങ്കിൽ ഇവരാരെങ്കിലും എന്തെങ്കിലും ചെയ്യുമായിരുന്നോ? ആരെങ്കിലും എന്തെങ്കിലും, ഒരു മനുഷ്യർ പോലും, അതാണ് ഇത്ര വിഷമം. ഈ നാട്ടിലൊരു മനുഷ്യർ പോലും ഇത്രയും ബഹളമാർ ഇവിടെ തള്ളി പൊളിച്ച് കാണിച്ചിട്ട് ഒരാൾ പോലും ഇറങ്ങി വന്നില്ല. കൂട്ടുകാരെ, നിങ്ങൾ ഈ വീഡിയോ ഉണ്ടല്ലോ, കലാപങ്ങളില്ലാത്ത 10 വർഷം എന്നൊക്കെ ബസ്സുകളിലൊക്കെ എഴുതി വയ്ക്കുമ്പം ആരാണ് ഈ ക്രമസമാധാനം ഇങ്ങനെ തകർക്കുന്നതെന്ന് ആലോചിക്കണം. ഒരു പ്രകോപനവുമില്ലാതെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ അക്രമങ്ങൾ അഴിച്ചുവിട്ടിട്ട് ഒരു നിയന്ത്രണങ്ങളുമില്ലാതെ എന്താണ് ചെയ്യുന്നത്? എനിക്ക് ചോദിക്കാനുണ്ട്, ഒരുപാട് പേരോട് ചോദിക്കാനുണ്ട്, എന്താണ് ഈ ചെയ്യുന്നതെന്ന്. പോലീസുകാരെ ആക്രമിക്കുന്നു, തിരിച്ചാക്രമിക്കുന്നു, ഇതൊന്നും ചോദിക്കാനും പറയാനും ആരുമില്ലേ? ഉപജീവന മാർഗത്തിനായിട്ടൊക്കെ ഒരുപാട് ഇൻസ്ട്രുമെൻസൊക്കെ വാങ്ങി ഗാനമേളയ്ക്കൊക്കെ പോകുന്നവർക്കെന്ന് പറയും, ഗാനമേളയ്ക്ക് പോകുന്ന വലിയ എമൗണ്ടൊന്നും അവർ വാങ്ങിക്കുന്നില്ല. പക്ഷേ ഇവരുടെ എക്യുപ്മെൻസുകളെല്ലാം അടിച്ച് തകർക്കുകയും ഇത് ചോദ്യം ചെയ്ത ആ ഗാനമേള ട്രൂപ്പുള്ള ഒരു പയ്യനെ വളരെ മൃഗീയമായിട്ട് ഉപദ്രവിക്കുകയും ചെയ്തു കേട്ടോ. അവരൊക്കെ ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഗാനമേളയ്ക്കൊക്കെ നിങ്ങളെ നാട്ടുകാരെയൊക്കെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അവരോടൊന്നും ഇങ്ങനെ കലാകാരന്മാരുടെ ഇങ്ങനെയുള്ള മോശമായ പ്രവർത്തികളൊന്നും ഒരിക്കലും ചെയ്യരുത്. പക്ഷേ ഈ അടിച്ച് തകർത്തവരോട് ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് കമ്മിറ്റിക്കാരോട് എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ അന്തസ്സായിട്ട് അവരോട് പറഞ്ഞു തീർക്കുക, അല്ലെ അവരോട് അടിച്ചു തീർക്കുക. ഈ പുറത്തു നിന്ന് നിസ്സാര പൈസയ്ക്കൊക്കെ ഗാനമേളയ്ക്കൊക്കെ വരുന്ന ആൾക്കാരോട് എന്തിനാണ് ഈ ദേഹോപദ്രവം അവരുടെ എക്യുപ്മെൻസൊക്കെ തല്ലി പൊളിക്കുന്നത്? ഇത് ചോദിക്കാൻ ഒരു നാട്ടുകാർ പോലും, നട്ടലുള്ള ഒരുത്തം പോലും അവിടെ ഇല്ലായിരുന്നു. സത്യം പറഞ്ഞാൽ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന രീതിയിലിട്ട് പൊക്കമുണ്ട്. ഗുണ്ടകൾക്ക് മാത്രം ജീവിച്ചാൽ, ഗുണ്ടകൾ എന്ന് പറഞ്ഞാൽ മാഫിയ, മദ്യം, മയക്കുമരുന്ന്, അങ്ങനെയുള്ള ഈ കള്ളക്കടത്ത് കച്ചവടക്കാർക്ക് മാത്രമായിട്ടുള്ള തീരെഴുതി കൊടുത്തുള്ളൊരു സംവിധാനമാണെന്ന് തോന്നുന്നുണ്ട്. പാവം പിടിച്ചവർ ഈ തെറ്റിനെതിരെ നാക്കുയർത്തുന്ന ഒരുത്തനെയും മുന്നോട്ട് വരാൻ അനുവദിക്കില്ല. ഒന്നുകിൽ അവൻ ഏതെങ്കിലും ആക്സിഡൻറ്റിൽ പെടും. അങ്ങനെയുള്ള അവസ്ഥയിലോട്ട് ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ ആയി ഇപ്പം ബാക്കിയുള്ള സാധാരണക്കാരുടെ ജീവിതം എന്ന് വെച്ചാൽ. ഒന്നിനെയും ചോദ്യം ചെയ്യില്ല. അവൻ്റെ ഉച്ചിയിൽ ചവിട്ടിയെന്ന് പറഞ്ഞാൽ അവൻ ചോദ്യം ചെയ്യില്ല. ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ അവൻ ഏതെങ്കിലും രീതി പണി വരും, അവനെ അടിച്ചൊതുക്കും. സത്യസന്ധമായിട്ടൊരു ജീവിത രീതി ആർക്കും ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല.